ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹ്. ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി, രണ്ടാം വാള്യം. ഖസ്റുസ് സ്വലാത്തി, നിസ്കാരത്തെ ഖസ്റാക്കൽ. ഖാല തആല, അല്ലാഹു പറയുന്നു, വഇദാ ദറബ്തും ഫിൽ അർളി ഫലൈസ അലൈക്കും ജുനാഹുൻ, നിങ്ങൾ ഭൂമിയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മേൽ കുറ്റപരമായ കാര്യമല്ല അൻ തഖ്സുറു മിനസ്വലാഹ്, നിസ്കാരത്തിൽ നിന്ന് നിങ്ങൾ ഖസ്റാക്കി നിസ്കരിക്കൽ. ഇന്നമാ യജൂസു ഖസ്റു മക്തൂബത്തിൻ റുബായിയത്തിൻ, 4 റക്അത്തുള്ള ഫർള് നിസ്കാരത്തെ ഖസ്റാക്കൽ ജായിസാകും. റക്അത്തൈനി, 2 റക്അത്തായി ഖസ്റാക്കൽ ജായിസാകും. ഫി സഫരിൻ ത്വബീലിൻ, മുബാഹിൻ, ഹലാലായ ദീർഘമായ യാത്രയിൽ. ലി ഖർലിൻ സ്വഹീഹിൻ, യാത്ര ഒരു ശരിയായ ലക്ഷ്യത്തിന് വേണ്ടിയാണ്, ദുരുദ്ദേശത്തിന് വേണ്ടി, കവർച്ചയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നിഷിദ്ധമായൊരു കാര്യത്തിന് വേണ്ടിയോ അല്ല. എപ്പോഴാണ് ജായിസാവുക? ഇദാ ജാവസ സൂറ ബലദിഹി, അവന്റെ നാട്ടിന്റെ അതിർത്തിയെ വിട്ടുകടന്നാൽ. വസ്സഫറു ത്വബീലു, ദീർഘമായ യാത്ര. മർഹലത്താനി ദഹാബൻ, അങ്ങോട്ട് പോകലാൽ തന്നെ 2 മർഹല ഉണ്ടാവലാണ്. വഹുമാ, 2 മർഹല എന്നാൽ 48 മീലൻ ഹാഷിമിയൻ, ഹാഷിമിയായ 48 മൈലാകുന്നു. വഹിയ തുസാവി 132 കിലോമീറ്ററൻ തഖരീബൻ, ഹാഷിമിയായ 48 മൈല് ഏകദേശം 132 കിലോമീറ്ററിനോട് തുല്യമാകും. ഫയജൂസു ഫീ ഹാദ സഫരി, ഇങ്ങനെയുള്ള യാത്രയിൽ ജായിസാകും. ഖസ്റു മുഅദ്ദാതിഹി ഔ ഫായിതതിഹി, യാത്രയിലുള്ള അദാ ആയ നിസ്കാരത്തെ അല്ലെങ്കിൽ യാത്രയിൽ ഖളാ ആയ നിസ്കാരത്തെ ഖസ്റാക്കി നിസ്കരിക്കൽ ജായിസാകും. ലാക്കിന്നൽ അഫ്ളല ഫീഹി, പക്ഷേ യാത്രയിൽ അഫ്ളൽ ഇത്മാമുഹ, താമാക്കി നിസ്കരിക്കലാണ്. അതും മാലം യബ്ലുഗു 3 മറാഹില, 3 മർഹല എത്താത്ത കാലത്തോളം. 3 മർഹല എത്തുകയാണെങ്കിൽ, ഫൈദാ ബലഗ, 3 മർഹല എത്തിയാൽ, അതായത് 187 കിലോമീറ്റർ എത്തിയാൽ, 132 61 193 കിലോമീറ്റർ എത്തിയാൽ, ഫൽ അഫ്ളലു ഹുവൽ ഖസ്റു, അപ്പോൾ ഖസ്റാക്കലാണ് അഫ്ളൽ. ഇല്ല ഇദാ കാന മുദാവിമ സഫരിൻ, യാത്ര എപ്പോഴും ചെയ്യുന്നവനായാൽ ഒഴിച്ച്, ദായിമായ സഫറിലാണ്. ഔ മല്ലാഹൻ, അല്ലെങ്കിൽ ഒരു കപ്പിത്താൻ, മഅഹു, അവന്റെ കൂടെയുണ്ട്, അയ്യാലുഹു, അവന്റെ ആശ്രിതർ, സന്താനങ്ങളുണ്ട്, ഫീ സഫീനതിഹി, അവന്റെ കപ്പലിൽ തന്നെ ഉണ്ട് എങ്കിൽ, ഫൽ ഇത്മാമു ഹുവൽ അഫ്ളലു, അവിടെ താമാക്കി നിസ്കരിക്കലാണ് അഫ്ളലു മുത്ലഖൻ, യാത്ര 3 മർഹലയാവട്ടെ അല്ലാതിരിക്കട്ടെ. വശുറൂത്തുഹു, ഖസ്റിന്റെ ഷർത്തുകൾ 4 ആകുന്നു. 1. നിയ്യത്തു ഖസ്റിൻ ഫി തഹറുമി, തക്ബീറത്തുൽ ഇഹ്റാമിൽ തന്നെ ഖസ്റിന് നിയ്യത്ത് ചെയ്യലാണ്. കഉസ്വല്ലി ഫർളൽ ളുഹ്രി മഖ്സൂറത്തൻ ഔ റക്അത്തൈനി, ളുഹ്ർ എന്ന ഫർളിനെ ഖസ്റാക്കപ്പെട്ട നിലയിൽ ഞാൻ നിസ്കരിക്കുന്നു, അങ്ങനെ നിയ്യത്ത് ചെയ്യാം. ഔ റക്അത്തൈനി, ളുഹ്ർ എന്ന ഫർള് 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു, അങ്ങനെയും നിയ്യത്ത് ചെയ്യാം. 2. അദമു ഖതിദായിൻ ബി മുത്തമ്മിൻ, താമായി നിസ്കരിക്കുന്നവനോട് തുടരാതിരിക്കലാണ്. 3. അത്തഹറുസു അമ്മാ യുനാഫി നിയ്യത്തൽ ഖസ്രി, ഖസ്റിന്റെ നിയ്യത്തിനോട് എതിരായ കാര്യങ്ങളെ തൊട്ട് സൂക്ഷിക്കലാണ്. അഥവാ യാത്ര അവസാനിക്കുക പോലത്തതൊന്നും ഉണ്ടാവാൻ പാടില്ല. 4. ദവാമു സഫരിഹി ഫി ജമീഇ സ്വലാത്തിഹി, അവന്റെ നിസ്കാരം മുഴുവനിലും യാത്ര മുഴുവൻ ദായിമായി നിൽക്കലാണ്. നിസ്കാരത്തിന്റെ ഇടക്ക് വെച്ച് യാത്ര തീർന്നാൽ പിന്നെ ഖസ്റാക്കാൻ പറ്റില്ല. എങ്ങനെയാണ് യാത്ര തീരല്? വയങ്കതിയു സഫറുഹു, അവന്റെ യാത്ര മുറിഞ്ഞു പോകും. ബി അഹദി ഹാദിഹിൽ ഉമൂരി, താഴെ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട്. 1. ബുസൂലു റാജിഇ മിൻ മസാഫത്തിൽ ഖസ്രി,
ഖസറിന്റെ ദൂരത്തിലേക്ക് യാത്ര പോയി തിരിച്ചു വരുന്നവൻ എത്തലാണ്. ഇലാ മബ്ദഇ സഫരിഹി, അവൻ യാത്ര തുടങ്ങിയ സ്ഥലത്തേക്ക് തന്നെ എത്തലാണ്. വലൗ കാന ഗൈറ വത്നിഹി, ആ തുടങ്ങിയ സ്ഥലം അവന്റെ സ്വദേശമല്ല എന്നാലും ശരി. പക്ഷെ അവിടെ ഒരു നിബന്ധന ഉണ്ട്. ബിശർത്തി ഖസ്ദിഹി അൽ ഇഖാമത ബിഹി മുത്ലഖൻ, അവൻ അവിടെ താമസിക്കുന്ന കരുതണം എന്ന ഷർത്തോടുകൂടെ. അവന്റെ സ്വദേശം അല്ല, ഇപ്പോൾ പ്രവാസിയാണ് എങ്കിൽ അവൻ എവിടുന്നാണോ യാത്ര തുടങ്ങിയത് അവിടേക്ക് തിരിച്ചെത്തുമ്പോൾ അവിടെ താമസിക്കലിനെ കരുതുക. മുത്തലക്കൻ എത്ര ദിവസം എന്നില്ല. ഔ അർബഅത അയ്യാമിൻ, അല്ലെങ്കിൽ 4 ദിവസം താമസിക്കലിനെ കരുതുക. ഈ രണ്ടാല് രൂപത്തിലെ അവിടെ എത്തൽ കൊണ്ട് അവന്റെ യാത്ര മുറിയുകയുള്ളൂ. 2 ശുറൂഉഹു ഫിർ റുജൂഇ, മടങ്ങാൻ തുടങ്ങുക. എവിടെ നിന്ന്? മിൻ ദൂനി മസാഫത്തുൽ ഖസ്രി, അവൻ മസാഫത്തുൽ ഖസ്ർ ഉദ്ദേശിച്ച് പോയതാണ്, അതിന്റെ മുമ്പ് തന്നെ അവൻ മടങ്ങുക. ഇലാ വത്നിഹി, അവന്റെ സ്വദേശത്തേക്ക് മടങ്ങുക. 132 എത്തുന്നതിന് മുമ്പ് 120 തന്നെ തിരിച്ച് ഇങ്ങോട്ടേക്ക് മടങ്ങാൻ തുടങ്ങുമ്പോൾ തന്നെ യാത്ര മുറിഞ്ഞു. സ്വദേശത്തേക്കാവട്ടെ ഔ ഗൈരിഹി, അതല്ലെങ്കിൽ അവന്റെ സ്വദേശമല്ല, അവൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് ആണ്. എന്നാലും താമസിക്കുന്ന സ്ഥലത്തേക്കാണെങ്കിൽ ബിഷർത്തിൽ മദ്കൂരി ഫീഹി, മേൽ പറയപ്പെട്ട നിബന്ധനയോടുകൂടെ അവിടെ താമസിക്കണം എന്ന കരുത്തോടുകൂടെയാണ് മടങ്ങുന്നത് എങ്കിൽ. 3 നിയ്യത്തുൻ നാസിലി ബി മൗദിഇൻ, ഒരു സ്ഥലത്ത് എത്തിയ ആള് ഒരു സ്ഥലത്ത് യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങിയതാണ്. അവൻ കരുതുക ഖബല ബുലൂഗി മഖ്സിദിഹി, ആ സ്ഥലം എവിടെയാണ്? അവന്റെ ലക്ഷ്യസ്ഥാനം എത്തുന്നതിന് മുമ്പുള്ള സ്ഥലമാണ്. ആ സ്ഥലത്ത് അവൻ ഇറങ്ങിയപ്പോൾ അവൻ കരുതി അൻ യർജിഅ ഇലാ വത്നിഹി, നാട്ടിലേക്ക് മടങ്ങണമെന്ന്. ഔ ഗൈരിഹി, അല്ലെങ്കിൽ നാട് അല്ലാത്ത ഒരു സാധാരണ ഒരു സ്ഥലം അവന്റെ താമസ സ്ഥലത്തേക്ക് മടങ്ങുന്നു. ബി ഷർത്തിഹിൽ മദ്കൂരി, അവിടെ മേൽ പറയപ്പെട്ട ഷർത്തോടുകൂടെ. ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇറങ്ങിയപ്പോൾ മടങ്ങണം എന്ന് വിചാരിച്ചാൽ, മഖ്സദിലെത്തുന്നതിന് മുമ്പ് തന്നെ മടങ്ങണം എന്ന് വിചാരിച്ചാൽ യാത്ര മുറിഞ്ഞു. 4 ബുസൂലുഹു, അവൻ എത്തലാണ്. ഇലാ മൗദിഇൻ, ഒരു സ്ഥലത്തേക്ക്. വഖദ് നവാ ഖബലഹു, ആ സ്ഥലം എത്തുന്നതിന് മുമ്പ് തന്നെ അവൻ നിയ്യത്ത് ചെയ്തിരുന്നു. അൽ ഇഖാമത ബിഹി, അവിടെ താമസിക്കണമെന്ന്. മുത്തലക്കൻ എത്ര എന്നില്ല. ഔ അർബഅത അയ്യാമിൻ, അല്ലെങ്കിൽ 4 ദിവസം താമസിക്കണം എന്ന് കരുതി. അങ്ങനെ ആ കരുത്തോടുകൂടെയാണ് അവൻ ആ നാട്ടിലേക്ക് എത്തുന്നത്. എത്തലോടുകൂടെ യാത്ര മുറിഞ്ഞു. 5 നിയ്യത്തുൻ നാസിലി ബി മൗദിഇൻ, ഒരു സ്ഥലത്ത് ഇറങ്ങിയവൻ, യാത്രക്കിടയിൽ ഒരു സ്ഥലത്ത് ഇറങ്ങിയ ആള് നിയ്യത്ത് ചെയ്യലാണ്. അൽ ഇഖാമത്തൽ മദ്കൂറത്ത, മേൽ പറയപ്പെട്ട രൂപത്തിൽ മുത്തലക്കൻ താമസമോ അല്ലെങ്കിൽ 4 ദിവസത്തെ താമസമോ കരുതലാണ്. 6 ഇഖാമത്തു അർബഅതി അയ്യാമിൻ കവാമില, ഇതൊന്നും കരുതുന്നില്ലെങ്കിൽ പരിപൂർണമായ 4 ദിവസം താമസിക്കലാണ്. അതുകൊണ്ട് തന്നെ യാത്ര മുറിഞ്ഞു. 7 ഇഖാമത്തു 18 യൗമൻ, 18 ദിവസം താമസിക്കലാണ്. ഹൈസു അഖാമ മൗദിയൻ, അവൻ ഒരു സ്ഥലത്ത് താമസിക്കുമ്പോൾ. എങ്ങനെയുള്ള സ്ഥലമാണ്? യർജു ഹുസൂല ഇറബിഹി, അവന്റെ ലക്ഷ്യം നിറവേറുമെന്നവൻ ആഗ്രഹിക്കുന്നു. കുല്ല വഖത്തിൻ, എല്ലാ സമയത്തും ലക്ഷ്യം നിറവേറും, അവന്റെ മുറാദ് ഹാസിലാകും എന്ന നിയ്യത്തോടുകൂടെ, എന്ന പ്രതീക്ഷയോടുകൂടെ ഒരു സ്ഥലത്ത് താമസിക്കുമ്പോൾ 18 ദിവസം താമസിക്കൽ കൊണ്ടാണ് യാത്ര മുറിയുന്നത്.